ബാല്യത്തിന്റെ നിറങ്ങളും നൊമ്പരങ്ങളും പ്രതീക്ഷകളും ഒരുപോലെ ക്യാൻവാസിൽ പകർത്തി 3 പതിറ്റാണ്ടിന്റെ കലായാത്രയുമായി ചിത്രകാരൻ സി.ഡി. ജെയിൻ തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയം ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്ന ചിൽഡ്രൻ ഓഫ് ജോയ് എ പെയിന്റഡ് ജേർണി എന്ന സോളോ ചിത്ര പ്രദർശനം കാണികളുടെ മനസ്സിൽ ബാല്യത്തിന്റെ ഓർമ്മകളും ചിന്തകളും ഒരുപോലെ ഉണർത്തുകയാണ്. നിറങ്ങളുടെ ഭാഷയിൽ ബാല്യത്തിന്റെ കഥ പറയുകയാണ് സി.ഡി. ജെയിന്റെ ചിത്രങ്ങൾ. സന്തോഷം നിറഞ്ഞ കുട്ടിക്കാല നിമിഷങ്ങൾ മുതൽ ബാലവേലയും ബാലപീഡനവും പോലെയുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ വരെ ചിത്രത്തിലൂടെ കലാകാരൻ അവതരിപ്പിക്കുന്നു. 3 പതിറ്റാണ്ടായി കുട്ടികളുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനുമായി ശബ്ദമുയർത്തുന്ന ജെയിൻ തന്റെ കലയും അതിനുള്ള ഉപാധിയാക്കിയ വ്യക്തിയാണ്. പ്രകൃതിയും കുട്ടികളും ചേർന്ന് സ്വപ്നസുന്ദരമായ ദൃശ്യങ്ങൾ ഒരു വശത്ത് കാണുമ്പോൾ ജീവിതത്തിന്റെ കഠിന യാഥാർത്ഥ്യങ്ങൾ മറുവശത്ത് പ്രേക്ഷകനെ ചിന്തിപ്പിക്കുന്നു. എനിക്ക് പേഴ്സണലായിട്ടുണ്ടായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ആ സീരീസ് തുടങ്ങാൻ കാരണം. ഇപ്പോൾ തുടക്കത്തിൽ അത് ചൈൽഡ് ലേബർ, ചൈൽഡ് അബ്യൂസ് എന്നുള്ള സീരീസിലാണ് തുടങ്ങിയതെങ്കിലും ഡെസ്റ്റിറ്റ്യൂട്ട് ചൈൽഡ് സീരീസ്, പിന്നെ ചിയർഫുൾ ചിൽഡ്രൻ സീരീസ് എന്നുള്ള സീരീസിലൊക്കെ ധാരാളം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 30ാമത്തെ വർഷം 30th ഇയർ ആയതുകൊണ്ടാണ് ജോയസ് മൊമെൻ്റ് എന്നുള്ള പേരിൽ സീരീസിലായത്. ഹാപ്പി ചിൽഡ്രൻ എന്നുള്ള സീരീസിലുള്ള വർക്കുകൾ മാത്രമാണ് ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കലാകാരന്മാരിൽ ഒരാളായി സി.ഡി. ജെയിന്റെ സൃഷ്ടികൾ നിരവധി ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കുട്ടികളുടെ ലോകത്തെ കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കലാ ആസ്വാദകർക്കിടയിലും സാമൂഹിക പ്രവർത്തകർക്കിടയിലും ഒരുപോലെ ശ്രദ്ധ നേടിയവയാണ്. തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയം ഗാലറിയിൽ നടന്ന ചിത്ര പ്രദർശനം ഒരു കലാപ്രദർശനം മാത്രമല്ല, ബാല്യത്തെക്കുറിച്ച് ഒരു ഹൃദയസ്പർശിയായ യാത്ര കൂടിയാണ്. നിറങ്ങൾക്കപ്പുറം ഒരു സന്ദേശവും ചിത്രങ്ങൾക്കപ്പുറം ഒരു സാമൂഹിക പ്രതിബദ്ധതയും പങ്കുവയ്ക്കുന്ന സി.ഡി. ജെയിന്റെ ചിൽഡ്രൻ ഓഫ് ജോയ് പ്രദർശനം കലയുടെ ശക്തി എത്രത്തോളം മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കാമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം അപർണ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.